നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജീസസ് സാംബശിവൻ, കാഥികൻ വി സാംബശിവൻ്റെ മൂന്നാമത്തെ മകനാണ്. ഇതിനകത്ത് ജ്യോതിഷമൊന്നുമല്ല പറയുന്നത്, വേറൊരു വിഷയമാണ്. ശ്രീ കെ ബി ഗണേഷ് കുമാർ, അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് കാലമായിട്ട് ഞാൻ മോഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയ്ക്കുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു കാരണത്തിലാണ് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ഇന്നിപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചത്. ശ്രീ കെ ബി ഗണേഷ് കുമാർ എന്ന് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നെഗറ്റീവ് ക്വാളിറ്റീസും ഉണ്ട്, പോസിറ്റീവ് ക്വാളിറ്റീസും ഉണ്ട്. ശ്രീ കെ ബി ഗണേഷ് കുമാറും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലൊക്കെ പല നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. ഏതൊരു മനുഷ്യരിലും പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടോ അതിനെ കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്യുക. അയാളുടെ എന്ത് കാര്യവും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നല്ലത് ചെയ്യുന്നവരെ നല്ലത് എന്ന് പറഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, പറ്റുമെങ്കിൽ ഹൈപ്പും ചെയ്യുക. അതാണ് വെളിച്ചം ചാനലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ KSRTCയുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, KSRTC നഷ്ടത്തിൽ നിന്ന് കരകയറി. അത് മാത്രമല്ല, ലാഭങ്ങൾ അത്യാവശ്യമൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ദശാബ്ദങ്ങളായിട്ട് KSRTC എന്ന് പറയുന്ന ആ വകുപ്പിനെ മന്ത്രിമാരും മാറി മാറി ഭരിച്ച് പരമാവധി തകർത്തു തരിപ്പണമാക്കിയ ഒരു വകുപ്പിനെ ലാഭത്തിലേക്ക് നയിക്കാൻ വൻപിച്ച ലാഭമൊന്നും നേടാൻ പറ്റില്ല. പക്ഷേ ആ നഷ്ടത്തിൽ നിന്ന്, ഭീമമായ നഷ്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം മാത്രമല്ല, വേറെ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം, ഒരു MLA എങ്ങനെ ആയിരിക്കണം, ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗോൾഡൻ നിദർശനമാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. ഇദ്ദേഹത്തെ പറ്റി ഞങ്ങൾ കേട്ടു തുടങ്ങിയത്, അദ്ദേഹം പത്തനാപുരം MLA ആണ് ഇപ്പോഴും, പണ്ടും അത് തന്നെ. അപ്പോൾ ഇദ്ദേഹം പത്തനാപുരത്തെ MLA ആയിരിക്കുന്ന കാലത്ത് എൻ്റെ ഭാര്യയുടെ നാത്തൂൻ അവിടെ പത്തനാപുരത്ത് വാട്ടർ അതോറിറ്റിയിൽ എൻജിനീയറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എൻജിനീയർ, അതായത് എൻ്റെ ഭാര്യയുടെ നാത്തൂൻ എന്ന് പറയുന്ന എൻജിനീയർക്ക്, വാട്ടർ അതോറിറ്റിയിലെ എൻജിനീയർക്ക് നേരിട്ട് ഈ കെ ബി ഗണേഷ് കുമാറുമായിട്ട് ഔദ്യോഗികമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പല കാര്യങ്ങളുമാണ് നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയിലെ എൻജിനീയർ പറഞ്ഞത്. അതായത് ഒരാൾക്ക് പൈപ്പ് കണക്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്തനാപുരത്ത് എവിടെയായാലും പൈപ്പ് കണക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മുടെ എൻജിനീയറെ വിളിക്കുക. അത് ചിലപ്പോൾ രാത്രിയിലും പാതിരാത്രിയിലും ഒക്കെ ആയിരിക്കും. അതായത് 24 മണിക്കൂറും ഈ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന MLA പ്രവർത്തന നിരതനാണ്. ഓക്കെ, അത് മാത്രമല്ല, ചിലപ്പോൾ ഈ വാട്ടർ അതോറിറ്റിക്ക് ഈ ഫണ്ട് കാണില്ല, പണം കാണില്ല. അപ്പോൾ ശ്രീ കെ ബി ഗണേഷ് കുമാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് പണി പൂർത്തിയാക്കിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം അതൊക്കെ കേട്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഈ പറഞ്ഞ ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ ആരാധകരാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ഭാര്യയുടെ നാത്തൂൻ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്, ഒന്നും രണ്ടും കാര്യങ്ങളല്ല. അതായത് കൃത്യമായിട്ടുള്ളൊരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടക്ക് നടന്ന 2 സംഭവങ്ങൾ ഞാൻ പറയാം. അതായത് സാക്ഷാൽ പിണറായി, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ അടുക്കെ ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ പ്രൈവറ്റ് ബസ് കടന്ന് ഓടുന്ന റൂട്ടിൽ നിന്ന് KSRTCയെ പിൻവലിക്കണമെന്ന് ശ്രീ പിണറായി
ശ്രീ കെ വി ഗണേഷ് കുമാറിനോട് പറഞ്ഞു, കൂൾ സീൻ, പോയി പണി നോക്കാൻ പറഞ്ഞു പിണറായി. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നിരവധി ബിഗ് സല്യൂട്ടുകൾ നമ്മുടെ കെ വി ഗണേഷ് കുമാർ അർഹനാണ്. ഓക്കെ, അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ മെനഞ്ഞാന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ, അതിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതാണ് കാണുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഇതാണ്: ഗുരുവായൂർ ഭക്തർക്ക് വേണ്ടി KSRTC ടൂർ പാക്കേജ് നടത്തുന്നു. ഓക്കെ, അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്കറിയാമല്ലോ, ഗുരുവായൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 4-5 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. പക്ഷേ ഈ KSRTCയുടെ ബസ്സിൽ ചെല്ലുന്ന ആൾക്കാരെ പ്രത്യേകം ക്യൂവിൽ കയറ്റി അരമണിക്കൂറിനുള്ളിൽ ദർശനം സാധ്യമാക്കുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിച്ച് നമ്മൾ എന്താ പറയുക. ഇപ്പോൾ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. കെ വി ഗണേഷ് കുമാർ ഏത് പാർട്ടിക്കാരനും ആവട്ടെ, ഏത് മുന്നണിക്കാരനും ആവട്ടെ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ചില നെഗറ്റീവൊക്കെ ഉണ്ടായിരിക്കാം, അതുമൊക്കെ ശരി തന്നെ. പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ നിദർശനമായിട്ട് കെ വി ഗണേഷ് കുമാർ നമ്മുടെയൊക്കെ ആരാധനയ്ക്ക് പാത്രമായി വളരെ വലിയ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏത് ഭരണ സംവിധാനത്തെ ഏത് ഭരണവകുപ്പ് കൊടുക്കൂ, അത് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ആ KSRTC പോലൊരു സാധനത്തിന്, അതായത് നഷ്ടം കൊണ്ട് അയ്യര് കളിയായിരുന്നു ആ KSRTC. അതൊക്കെ നഷ്ടം, ആ ഭീമമായ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവന്ന ശ്രീ ഗണേഷ് കുമാർ വലിയൊരു ബിഗ് സല്യൂട്ട് അർഹിക്കുന്നു. അതുമാത്രമല്ല, വ്യക്തമായിട്ട് വെട്ടിത്തുറന്ന് പറയാം, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ കൊല്ലം നിയോജകമണ്ഡലമാണ് എനിക്ക് വോട്ടുള്ളത്. ശ്രീ കെ വി ഗണേഷ് കുമാർ കൊല്ലത്തെ സ്ഥാനാർത്ഥി ആയാൽ അത് ഏത് മുന്നണി ആയിക്കോട്ടെ, ഞാൻ ഒരു സംശയവും കൂടാതെ ശ്രീ കെ വി ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യും. ചിഹ്നം ഏതോ ആയിക്കോട്ടെ, പാർട്ടി ഏതോ ആയിക്കോട്ടെ, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഇതുപോലുള്ള ഭരണാധികാരികളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ മിക്കവാറും മാസത്തിൽ ഗുരുവായൂർ പോകുന്നതാണ്. അപ്പോൾ ഇനി ഈ മറ്റ് ഞാനും ഭാര്യയും മാത്രമാണ് ഗുരുവായൂർ പോകുന്നതെങ്കിലും തീർച്ചയായിട്ടും ഈ KSRTC ബസ് ബുക്ക് ചെയ്ത്, അപ്പോൾ അത് വഴി നമുക്ക് അവിടെ ചെന്നിട്ട് ഡോർമെറ്ററി ഉണ്ട്, AC ഡോർമെറ്ററി ഉണ്ട്. അവിടെ ചെന്ന് കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഈ KSRTCയിൽ വന്ന ഏകദേശം 40ഓളം ഭക്തന്മാർക്ക് പ്രത്യേക ക്യൂ, അത് അവിടുത്തെ ദേവസ്വം ബോർഡുമായിട്ട് ടൈപ്പ് ചെയ്ത് ആ സൗകര്യം ഒരുക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് തൊഴുതിറങ്ങാം. അപ്പോൾ ഇനി എല്ലാവരും KSRTCയിൽ ഈ ടൂർ പാക്കേജുള്ള KSRTC ബസ്സിൽ ഗുരുവായൂർ പോകാൻ തയ്യാറായിക്കോളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ കെ വി ഗണേഷ് കുമാർ നമ്മുടെ എല്ലാവരുടെയും ബിഗ് സല്യൂട്ട് അർഹിക്കുന്നു. ശ്രീ കെ വി ഗണേഷ് കുമാറിന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും പറയും, ഒരു സംശയവും ഇല്ലാതെ ഞാൻ പറയുന്നു, അദ്ദേഹം ഏത് മണ്ഡലത്തിലാണോ മത്സരിക്കുന്നത് ആ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും ശ്രീ കെ വി ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.